രാജ്യത്തെ ഒന്നാകെ നടുക്കിയ ലോകത്തെ തന്നെ നടുക്കിയ ഒരു വിമാന ദുരന്ത പശ്ചാത്തലത്തിലാണ് നമ്മൾ ഉള്ളത്. 265 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാം എന്നുള്ളതാണ് സാഹചര്യം. 294 പേർ ഇതിനോടകം മരിച്ചു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ ഈ പകൽ ദിനം എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നതിനേക്കാണ് എല്ലാവരും അതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്തുന്ന അന്വേഷണത്തിലാണ് എല്ലാവരും ഉള്ളത്. ബന്ധപ്പെട്ട അധികൃതരും വിദഗ്ധരും എല്ലാവരും ഈ അപകട സ്ഥലത്തുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം കേണൽ എസ് ഡിന്നി കൂടി ചേരുകയാണ്. ശ്രീ കേണൽ എസ് ഡിന്നി, ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സുരക്ഷിതമായ ബോയിങ്ങുകളിൽ ഒന്ന് അത് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഞെട്ടലുളവാക്കുന്ന ഒന്നാണ്. പലതരത്തിലുള്ള അനുമാനങ്ങൾ ഈ ഘട്ടത്തിൽ ഈ അപകടം നടന്നതിന് ശേഷം തൊട്ട് വരുന്നുണ്ട്. അതിലിപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ ഉള്ള ഒരു നിഗമനം അത് ഏത് തരത്തിലാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്? എങ്ങനെ ഈ ഇരട്ട എഞ്ചിനുള്ള ഈ ഒരു വിമാനം അതിന് എങ്ങനെ ഈ ഒരു അപകടം സംഭവിച്ചു എന്നതിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇപ്പോഴും നമ്മൾ എനിക്ക് തോന്നുന്നു വളരെ ഇനീഷ്യൽ സ്റ്റേജസ് ആണ്. ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ ഇതിൽ നിന്നുള്ള പരിശോധനയും അതിൽ നിന്നുള്ള ഒരു സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഒരു കമ്മിറ്റിയെ ഫോം ചെയ്തിട്ട് അവര് അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വളരെ വ്യക്തമായിട്ടും അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷെ ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. അത് ഇന്നലെ തൊട്ടേ നമ്മളെല്ലാവരും പറയുന്ന കാര്യം കൂടിയാണ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഡ്രീം ലൈനർ 787 ബോയിങ്ങിന്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു എയർലൈൻ ആണ്. അതിനകത്ത് അവരുടെ സേഫ്റ്റി റെക്കോർഡും ഇതുവരെയുള്ള സേഫ്റ്റി റെക്കോർഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു സേഫ്റ്റി റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. ഈ ഒരു എയർക്രാഫ്റ്റിന് പഴക്കം അധികമില്ല, 11-12 വർഷമേ ഉള്ളൂ. പൈലറ്റുമാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മെയിൻ പൈലറ്റ്, ചീഫ് പൈലറ്റിന് 8000-ൽ മുകളിൽ, 8000 എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സംഖ്യയാണ്. ആ സംഖ്യയിലുള്ള ഒരു ഫ്ലൈയിങ് ആർസിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് പൈലറ്റിന് ഏകദേശം 1000-ന് മുകളിലുള്ള ഫ്ലൈയിങ് ആർസ് ഉണ്ട്. അപ്പൊ എല്ലാ രീതിയിലും, അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയോ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമല്ല. അവിടുത്തെ എല്ലാം വളരെ വിസിബിലിറ്റി ഒക്കെ ക്ലിയർ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പം എങ്ങനെയാണ് പെട്ടെന്ന്, അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന വെറും 625 അടി മാത്രം പൊങ്ങിയിട്ട് അതിന് വീണ്ടും എന്തുകൊണ്ട് ത്രസ്റ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ പവർ എന്തുകൊണ്ട് പോയി, അതും 2 എഞ്ചിനിൽ എങ്ങനെയാണ് പോകാൻ സാധിക്കുക എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം ആ ബ്ലാക്ക് ബോക്സ് എന്നുള്ള റെക്കോർഡിംഗ് കിട്ടിയ കഴിഞ്ഞാൽ മാത്രമേ ആ കോക്പിറ്റിന്റെ ഉള്ളിൽ എന്ത് സംഭാഷണമാണ് നടന്നത്, എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ തീർച്ചയായിട്ടും നമ്മളെ രാജ്യം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് നിൽക്കുന്നതൊക്കെ ഉള്ള സാഹചര്യം കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഏജൻസീസ് എല്ലാം എല്ലാ വശങ്ങളും പരിശോധിക്കാനുള്ള ഒരു ശ്രമം അവർ ചെയ്യും. അതിൽ നിന്ന് മാത്രമേ നമുക്കിതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കൂ. ഇപ്പോൾ പലരും വിശ്വസിക്കുന്ന പോലെ ഞാനും ഇതൊരു ടെക്നിക്കൽ ഫോൾട്ട് ആണ് എന്ന് വിശ്വസിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സംഭവത്തിൽ എല്ലാ വശങ്ങളും കൂടെ പരിശോധിക്കണം. ഒരു അട്ടിമറി സാധ്യത പോലും പരിശോധിക്കും ഈ ദുരന്തത്തെ സംബന്ധിച്ചല്ലേ? അതെ, തീർച്ചയായിട്ടും മാഡം. അതാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ഗ്രൗണ്ട് സ്റ്റാഫോ അങ്ങനെ എന്തെങ്കിലും, കാരണം ഇപ്പം ചില റിപ്പോർട്ട്സിൽ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു, അതായത് ഈ ഒരു വ്യക്തി ജീവനോടെ രക്ഷപ്പെട്ടായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഒരു സൗണ്ട് കേട്ടു എന്നുള്ള രീതിയിൽ. അപ്പൊ അത് ചിലപ്പം വേറെ എന്തെങ്കിലും സൗണ്ട് ആണോ, അതോ എന്ത് രീതിയിലുള്ള സൗണ്ട് ആണ്, അല്ലെങ്കിൽ അതും ഈ ക്രാഷുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രമേ നമുക്ക് അതിന്റെ ഒരു യഥാർത്ഥ കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കൂ. അതുകൊണ്ട് കുറച്ചും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ കേണൽ ഡിന്നി, അതായത് ഇത്രത്തോളം പരിചയസമ്പന്നരായിട്ടുള്ള പൈലറ്റും ഫസ്റ്റ് ഓഫീസറുമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ടേക്ക് ഓഫിന് മുമ്പുള്ള ആ ഒരു ഘട്ടം അത് എത്രത്തോളം നിർണായകമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനു മുമ്പ് നടക്കുന്ന പരിശോധനകൾ, അപ്പോൾ അതിലൊന്നും
കണ്ണിൽ ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഒരു തകരാർ അത് പറന്നുയർന്ന് 30 സെക്കൻഡിനുള്ളിൽ ഒരു തീഗോളമായി ആ വിമാനം മാറി എന്ന് പറയുമ്പോൾ അവിടെയാണ് എല്ലാവരെയും കുഴയ്ക്കുന്ന അല്ലെങ്കിൽ ആ ദുരൂഹമായ സംശയങ്ങൾ നിലനിൽക്കുന്നത്, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇതിനകത്ത് ഒന്ന് മാഡം പറഞ്ഞ പോലെ ഒരു ടേക്ക് ഓഫും ലാൻഡിംഗ് ആണ് ഒരു പൈലറ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും സങ്കീർണമായിട്ടും ഏറ്റവും ജാഗ്രതയോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ. കാരണം ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് അത്രമാത്രം റിസ്ക് ഉള്ളതും കൂടിയാണ്. അവിടാണ് ഒരു പൈലറ്റിനെ സംബന്ധിച്ചോളം ആ പൈലറ്റിന്റെ സ്കില്ലും എക്സ്പീരിയൻസും എല്ലാം വരുന്നത്. കാരണം അത് കഴിഞ്ഞാൽ പിന്നീട് പല എയർക്രാഫ്റ്റും ഓട്ടോ പൈലറ്റ് മോഡിലൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വലിയ പ്രശ്നം അത്ര വരാറില്ല. എന്തെങ്കിലും കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ വീണ്ടും പൈലറ്റിന് സ്കിൽസ് എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടാറുള്ളൂ സാധാരണ. പക്ഷെ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഈ രണ്ട് കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു പൈലറ്റും ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിൽ അത് മാത്രമല്ല, ഈ ഒരു എയർക്രാഫ്റ്റിനകത്ത് ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അഥവാ എന്തെങ്കിലും തെറ്റായിട്ടുള്ള നടപടി പൈലറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അറിയാതെ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുപോയാൽ അത് പ്രോംപ്റ്റ് ചെയ്യാനുള്ള രീതിയിലേക്കുള്ള സംവിധാനം ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പം ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പൈലറ്റിന് കൂടുതൽ റിയാക്ഷൻ ടൈമേ കിട്ടിയില്ല. അതായത് ഒരു 57 സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. അതായത് മുകളിലോട്ട് പറന്ന് താഴെ വീഴുകയാണ്. അപ്പം ആ 57 സെക്കൻഡിനകത്തുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കാൻ അത് മനസ്സിലാക്കാതിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എല്ലാ വശങ്ങളും അന്വേഷിക്കണമെന്ന് ഞാൻ വീണ്ടും അതിനെ ആവർത്തിച്ച് പറയുകയാണ്. ശ്രീ കേണൽ ഡിനി, അതായത് നമുക്ക് ഈ കോക്പിറ്റ് റെക്കോർഡർ, ഡേറ്റ റെക്കോർഡർ, ബ്ലാക്ക് ബോക്സിന്റെ മറ്റ് പരിശോധിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുന്നതോടുകൂടിയാണ് പൂർണ്ണമായും ഈ അപകടം എങ്ങനെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇതിന് എത്രത്തോളം സമയം എടുക്കുന്ന പരിശോധനകളാകാം ഇനി നടക്കാൻ പോകുന്നത്? അതേക്കുറിച്ച് ഉള്ള വിശദാംശങ്ങൾ ഒന്ന് പങ്കുവെക്കാൻ കഴിയുമോ? ഇന്ന് തന്നെ ഒരു ധാരണ ലഭിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ഇന്ന് തന്നെ കിട്ടാനുള്ള ധാരണ വളരെ കുറവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെയൊക്കെ ആക്സിഡന്റ് പറ്റുമ്പോൾ അതിന് കുറച്ച് സമയം എടുത്തിട്ട് മാത്രമേ അവര് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തൂ. പക്ഷെ എന്നിരുന്നാലും പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ ഇനീഷ്യൽ റിപ്പോർട്ട് എന്നുള്ള നിലയിൽ ഗവൺമെന്റിനും മറ്റ് ഏജൻസിനും ഒരു അതായത് ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് ഈ സൂചനകളുടെ ബലത്തിൽ അവർ ചിലപ്പം സൂചിപ്പിക്കും. പക്ഷെ അതിന്റെ തെളിവുകളും അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും. അതെനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് നടക്കൂ എന്നുള്ളത്. പക്ഷെ വരും ദിവസങ്ങളിൽ ഇന്നെന്തായാലും അതിനെക്കുറിച്ചുള്ള നമുക്ക് അറിയാൻ സാധ്യത കുറവാണ്. പക്ഷെ വരും ദിവസങ്ങളിൽ ഇതിന്റെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏത് രീതിയിലാണ് പോകുന്നതെന്നുള്ള ഒരു സൂചന നമുക്ക് കിട്ടും. കൃത്യമായിട്ടുള്ള അതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് കുറച്ചും കൂടെ സമയമെടുക്കും. മാസങ്ങളോളം ചിലപ്പോൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ കേണൽ എസ് ഡിനി, ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. അദ്ദേഹം മുൻ സേനാ ഓഫീസറാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ വ്യക്തമായി നമുക്ക് ഈ ഘട്ടത്തിൽ ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊരു ധാരണ ഇന്ന് തന്നെ ഉണ്ടാകണം എന്നില്ല. പ്രാഥമികമായ ചില വിലയിരുത്തലുകളിലേക്ക് മാത്രമേ DGC അടക്കം നിയോഗിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ ഇന്നത്തെ ഒരു ദിവസം എത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനപ്പുറമുള്ള വിശദമായ പരിശോധന യഥാർത്ഥ കാരണത്തിലേക്ക് എത്തുന്നതിലേക്ക് അതിന് ഒരുപക്ഷെ ഒരാഴ്ച അല്ലെങ്കിൽ മാസങ്ങളോളം എടുത്തേക്കാം. ദിവസങ്ങൾക്കുള്ളിൽ മാത്രമേ നമുക്കൊരു കൃത്യത ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിൽ വരികയുള്ളൂ എന്നതാണ് നിലവിലത്തെ സാഹചര്യം. വിദഗ്ധർ അത്തരത്തിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.